പ്രഭാകരനാളിയും കൂടെ ഉണ്ടായിരുന്നത് നന്നായേനെ. ആളൊരു ജനസമ്മതനാണ്. കിട്ടിയാല് ഞാൻ ആവുന്നത്ര വിളിച്ചാണെന്നേ വിടണ്ടേ. എന്തെങ്കിലും കാര്യം കാണുമെന്നേ. പെണ്ണുമ്പിള്ള വിടാനായിട്ടാണ് ഈ പിള്ളേർ കളിക്ക് പോകണ്ടെന്ന് പറഞ്ഞു. പുള്ളിക്ക് പെണ്ണുമ്പിളെ ഭയങ്കര പേടിയാ. അല്ല, എനിക്ക് അതിനേക്കാൾ വലിയ പേടിയാ. ഭാര്യ പേടിയ കെട്ടിയതെന്നേ. കെട്ടിയാലല്ലേ ഭാര്യ ആവത്തുള്ളൂ. വേറെ വർത്താനമൊക്കെ എടുക്കും. നമ്മൾ തത്തമ്മ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പിരിവ് ഉദ്ഘാടനത്തിന് പോവുകയാണ്. അല്ല, പരിപാടിയൊക്കെ നോട്ടീസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. പേരിനൊരു പരിപാടി നടത്തണം. 1 ലക്ഷം രൂപ വിരിക്കും. 5000 രൂപയ്ക്ക് പരിപാടി. ബാക്കി കാശ് നമുക്ക് കിട്ടും. എന്താണ് മാമച്ച? 250 രൂപയും വയറടിച്ച് ഭക്ഷണം തരാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വന്നത്. തന്നില്ലെങ്കിൽ ഞാൻ മലയോടെ ഞാൻ പോകും. മാമച്ച പറഞ്ഞു തന്നിരിക്കും. അത് മതി. എന്നാ പോലെ കഴിച്ചാലോ? 2 കുട്ടി പുട്ട് 3 ഏത്തപ്പഴം കേട്ടിട്ടില്ല ഇങ്ങോട്ട് പോകുന്നേ. 2 ഏത്തപ്പഴം. മാമച്ച നിനക്ക് ഇതേ വിചാരമുള്ള? വീട്ടാണെങ്കിൽ ഈ സമയത്ത് ഞാൻ പഴഞ്ഞോട് തന്നെയായിരിക്കും. കാശി മുഴുവൻ ഒരു തീറ്റക്കേ തികത്തുള്ളൂ. മാമച്ച ആദ്യം പിരിവ്, അത് കഴിഞ്ഞിട്ട് ഭക്ഷണം. ആളില്ലാത്തോണ്ടാണ് ഈ പൊട്ടറെ കൂട്ടിയത്. പ്രഭാകരനാടിയെ ഇല്ലായിരുന്നെങ്കിൽ അമ്മാവ് കൂട്ടാൻ പറ്റില്ലായിരുന്നു. എടാ, അങ്ങേറ് ഹെർണിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കില്ലേ? ആ കാണാണ് റിട്ടയർഡ് കേണലി ചന്ദ്രബോസ് സാറിന്റെ വീട്. അങ്ങനെയാണ് നമ്മുടെ പിരിവ് ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മൾ ഡീസന്റ് ആയിരിക്കണം, കാര്യങ്ങളൊക്കെ വെട്ടിപ്പായിട്ട് സംസാരിക്കും. സമൂഹത്തിൽ ഉന്നതന്മാരുമായിട്ടാണ് പുള്ളിക്ക് ബന്ധം. ആര് പറഞ്ഞു? ഞാൻ മലകോടയുമ്പോ കൈയിട്ട് പരിക്കൊണ്ടുവന്ന ആളാണ്. കാശ് തരുവാ എവിടാ? എടാ, ഇനി നീ ഒരു അക്ഷരം വേണ്ടി പോരുത്. നീ ആഹാരം കഴിക്കുന്ന കാര്യം മാത്രം ആലോചിച്ചാൽ മതി. എല്ലാവരും കൂടെ അങ്ങോട്ടാ അറിഞ്ഞില്ലേ? നമ്മുടെ തത്തമ്മ ക്ലബിന്റെ ഓണാഘോഷ പരിപാടി, അതിന്റെ പിരിവ് ഉദ്ഘാടനം നമ്മുടെ കേണലാണ്. ചെന്ന് കയറി കൊടുക്കും. ഇപ്പൊ കേണൽ മൂത്ത് നിൽക്കണ സമയാണ്. അങ്ങനോട് ഉണ്ടാവുക ചോദിച്ചു നോക്കാം. ആരോട്? അങ്ങനോട്. സുനാമിക്ക് പോലും വേണ്ടാത്തവനെ ആ തിരുവായി അടച്ചുപിടി. नमस्कार, आप सब कौन है? आप क्या जानते भाइयों? ഞങ്ങള് സാറിനെ കാണാൻ വേണ്ടി വന്നു. चलो अंदर बैठकर बात कर सकते हैं. വിട്ടു പൊക്കോളാ പറഞ്ഞു. എന്നാ പോവാ. अंदर आओ. എടാ, യന്ത്രം എന്ന് വെച്ചാ അന്തർ ഒന്ന് കളി. അന്തർന്ന് വെച്ചാൽ അകത്തേക്കെന്നാ. നിനക്ക് അകത്തോട്ട് കെട്ടുന്ന കാര്യം മാത്രമല്ലേ അറിയാവൂ. बैठिए. क्या हुआ? जवाब दो. ഹിന്ദി അത്ര വശമല്ല, ഇംഗ്ലീഷും. ഓക്കെ ഓക്കെ, ഞാനങ്ങ് ബോർഡറിലായിരുന്നല്ലോ. വന്ന കാര്യം പറ. തത്തമ്മ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഓണാഘോഷ പരിപാടിയാണ്. അതെന്താണ്? ചിങ്ങത്തില. പിന്നെ കന്നിമാസത്തിൽ ആരെങ്കിലും ഓണം ആഘോഷിക്കൂടാ? നിങ്ങളൊക്കെ? ഞാൻ സെക്രട്ടറി, ഇത് പ്രസിഡന്റ്, ഇത് ട്രഷറർ. 250 തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പരിപാടിയുടെ പിരിവ് സാർ ഉദ്ഘാടനം ചെയ്യണം. ഞങ്ങൾ തിരക്കിയപ്പോ ഈ സമൂഹത്തിൽ നിലയും വിലയുള്ള ആള് സാറാണ്. അതുകൊണ്ട് സാറ് തന്നെ ആദ്യത്തെ പിരിവ് നൽകി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യണം. അച്ഛൻ വേണ്ട, സാറ് മതി. ട്രഷറർ എന്താ ഒന്നും മിണ്ടാത്തത്? തലേദിവസം പഴങ്കഞ്ഞൊക്കെ സാറും ചെയ്യും. അത് പട്ടിക്ക് കൊടുക്കും. നിങ്ങളുടെ ഓണാഘോഷ പരിപാടികളൊക്കെ എന്താണ്? തുമ്പി തുള്ളലി, അപ്പം കടി, ബലൂൺ പൊട്ടിക്കലി, ശുചി നൂല് കോർക്കലി. അതിനു മുമ്പ് പതാക ഉയർത്തലുണ്ട്. അത് ഞാനായിരിക്കും. അല്ല, ക്ലബ്ബ് പ്രസിഡന്റാ. നോട്ടീസ് പേരുണ്ട്. ദാസപ്പൻ എമ്മ. ആയമ്മല്ല, മച്ചിലയുടെ അച്യുതൻ. പ്രധാന പരിപാടി ഷക്കീലയും കൂട്ടരുടെയും മെഗാ തിരുവാതിര. റിയലി? ഷക്കീലല്ല, ഉദ്ഘാടനം നിർവഹിച്ചോട്ടെ. ഒരു നല്ല കാര്യത്തിനല്ലേ. Attention! All salute, salute! Parade, Sultan! Halt! Sit down. ഞാൻ 1978 ലഡാക്കിൽ ഹവീൽദാറായി ജോലി നോക്കുന്ന സമയം. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തി പങ്കുള്ള ബോർഡർ. സമയം ഏതാണ്ട് അർദ്ധരാത്രി 12:30. കറക്റ്റ്. -40 ഡിഗ്രി ടെമ്പറേച്ചർ. കുറ്റാക്കുറ്റിട്ട് ഏത് സമയത്തും ശത്രുപാളയത്തിൽ നിന്നും ഒരു അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യത. അറ്റാക്ക് ഒന്ന് ചാകട്ടെ സാറേ, ശത്രുക്കളല്ലേ. കറക്റ്റ്. ദേശസ്നേഹമുള്ള പൗരൻ. എഴുതിക്കോട്ടെ. എഴുതിക്കോ. എത്ര എഴുതണം? അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. 1000 എഴുതട്ടെ. എന്റെ വിലയ്ക്കും നിലയ്ക്കും അനുസരിച്ച് ഈ തുക കുറഞ്ഞു പോയി. 1 ലക്ഷം എഴുതിക്കും. എന്റെ 250. നിങ്ങളുടെ മൊത്തം ബഡ്ജറ്റ് എത്രയാണ്? അങ്ങനെയൊന്നുമില്ല, വരവനുസരിച്ച് അടിച്ചു മാറ്റാം. പരിപാടിക്ക് വരവനുസരിച്ച് പരിപാടി അടിച്ച് കയറ്റാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പോരാ, കൃത്യമായൊരു ബഡ്ജറ്റ് വേണം. ഒരു 3 ലക്ഷം രൂപ ആയിക്കോട്ടെ. ബാക്കി 2 ലക്ഷം രൂപ പിരിച്ചെടുക്കണ്ടേ? പിരിച്ചെടുക്കണം.
നാട്ടുകാർ തരും. ഞാനും ഇനി മുതൽ നിങ്ങളുടെ പിരിവിന് പോകും. എന്റെ നിലയും വിലയനുസരിച്ച് പിരിവ് കിട്ടും, തരും. എനിക്ക് വേറെ പണിയൊന്നുമില്ല. എനിക്ക് പരിപാടിയുടെ വെറൈറ്റി ഉൾപ്പെടുത്തണം. എന്ത്? പൊറോട്ട മത്സരം. പ്രധാന പരിപാടിയായിട്ട് നമുക്കൊരു നാടകം വെക്കാം. കോഴിക്കോട് രംഗഭാഷയുടെ മിഠായി തരും. നല്ല അഭിപ്രായമുള്ള നാടകമാണ്. അതായിക്കോട്ടെ. വേണമെങ്കിൽ നമുക്ക് യേശുദാസിന്റെ ഗാനങ്ങളെ വെക്കാം. ഞാൻ വിളിച്ചു പറയണോ? ആയിക്കോട്ടെ. ഞാൻ പണ്ട് ലഡാക്കിലായിരുന്നപ്പോ. വേണ്ട, ഉറപ്പിച്ചു കഴിഞ്ഞു. ആയിക്കോട്ടെ, രസീത് എഴുതിക്കോ. ഇപ്പൊ എഴുതാം. എടാ 1,00,000 എത്ര പൂജ്യം കുറക്കണ്ട, 7 ഇട്ടു. പണം ഇപ്പൊ തന്നെ വേണം? വേണം, ഇപ്പൊ തന്നെ വേണം. പിന്നെ ആയാലും മതി. കൈനീട്ടമാണ്, എന്തെങ്കിലും ഒരു തുക. കൈനീട്ട് മാറ്റാൻ തരാം, മുഴുവൻ തരാം. സാറേ ഇത് 1 രൂപ കോയിനാണ്. സന്തോഷമായില്ലേ? എല്ലാം മംഗളമായി. സാറേ ഇത് 1 രൂപയുടെ കോയിനാണ്. എടാ ഇത് 1,00,000 കോയിനാ, ജർമ്മൻ മേടാ. സാറേ ഇത് 1 രൂപയാണ് സാറേ. പൂജയില്ലെന്ന് കരുതി 1,00,000 കോയിൻ അധിക്ഷേപിക്കുന്നു. ഇത് സൂക്ഷിച്ച് നോക്കിക്കേ. ശരിയാ, 1,00,000 തെളിഞ്ഞു വരുന്നുണ്ട്. ഇനി 2,00,000 രൂപ പിടിച്ചെടുക്കണ്ടേ? നടന്നോ? ഞാൻ കൊണ്ടുവരാം. വേണ്ട, ഞങ്ങള് പിരിച്ചെടുത്തോളാം സാറേ. പറഞ്ഞനുസരിച്ചാ മതി, നടക്കുക. സാറേ, പിരിഞ്ഞു പോകുമ്പം ഈ തോക്കെടുക്കണം. വേണം. പിരിവ് തരാത്തവരുണ്ടെങ്കിൽ ഞാൻ വെടിവെച്ച് കൊല്ലും. സമച്ചാ